ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. സങ്കീർത്തന പുസ്തകം 76 അധ്യായം 6 തിരുലിഖിതം. യാക്കോബിന്റെ ദൈവമേ, അങ്ങ് ശാസിച്ചപ്പോൾ കുതിരയും കുതിരക്കാരനും നടുങ്ങി നിലം പതിച്ചു. സർവശക്തനായ ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്കേവർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അനേകം ജീവിത തിരക്കുകളുടെ ഇടയിൽപ്പെട്ടിരുന്ന നമ്മെ ഇതാ അവിടുന്ന് തന്റെ കാരുണ്യത്താൽ ദൈവരാജ്യ വചനങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് കണ്ണുകൾ അടച്ച് 2 കരങ്ങളും തുറന്നു പിടിച്ച്, ദൈവമേ, ഇന്ന് അവിടുന്ന് തരുന്ന ഓരോ വചനങ്ങളും നിത്യജീവനിലേക്കുള്ള കവാടമായി എനിക്ക് രൂപാന്തരപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ജോബിന്റെ പുസ്തകത്തിൽ 11 അധ്യായം 12 തിരുലിഖിതം. കാട്ട് കഴുതയുടെ കുട്ടി മനുഷ്യനായി പറക്കുമ്പോൾ മൂടൻ ബുദ്ധിമാനായി മാറും. ദൈവമേ, അവിടുന്ന് കൂടെ കൂടെ ഇടപെട്ടിട്ടും, അവിടുന്ന് വചനങ്ങൾ നൽകിയിട്ടും, അവിടുന്ന് ആത്മാവിനെ നൽകിയിട്ടും ഞാൻ തിരിച്ചറിവിലേക്ക് നടക്കുന്നില്ലെങ്കിൽ ഇന്നിതാ ഞാൻ എളിമപ്പെട്ട് മാപ്പ് ചോദിക്കുകയാണ്. എന്നെ തിരിച്ചറിവിലേക്ക് അവിടുന്ന് കൈപിടിച്ച് ഉയർത്തണമേ. മൂഢതയിൽ നിന്ന് ജ്ഞാനത്തിലേക്ക് എന്നെ കൈപിടിച്ച് ഉയർത്തണമേ കർത്താവേ. ജോബിന്റെ പുസ്തകത്തിൽ 13 അധ്യായത്തിൽ 28 തിരുലിഖിതം. ചീഞ്ഞളിഞ്ഞ പദാർത്ഥം പോലെയും ചിതൽ തിന്ന വസ്ത്രം പോലെയും അഹോ മനുഷ്യൻ നശിച്ചു പോകുന്നു. ഓ ദൈവമേ, ഓരോ തരത്തിലുള്ള ലോകബന്ധനങ്ങളിൽപ്പെട്ട് ആത്മാവ് നശിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിൽ നിന്നും, ഓരോ വ്യക്തികളിൽ നിന്നും ശിഥിലീകരണത്തിന്റെയും നാശത്തിന്റെയുമായ അന്തരീക്ഷത്തെ എടുത്തു മാറ്റി പുതുജീവന്റെ അഭിഷേകം ചൊരിയണമേ. ഒരു പുതുജീവന്റെ ആത്മാവിനെ പകരണമേ കർത്താവേ. അവിടുന്ന് ഒരിക്കൽ കൂടെ പുതുക്കി പണിയണമേ. ജോബിന്റെ പുസ്തകം 6 അധ്യായം 5 തിരുലിഖിതം. തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റ മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? തിന്നാൻ പുല്ലുള്ളപ്പോൾ കാട്ടുകഴുത കരയുമോ? തീറ്റ മുന്നിലുള്ളപ്പോൾ കാള മുക്കറയിടുമോ? ഓ ദൈവമേ, ഈ ലോകത്തിന്റെ ഭൗതിക സമൃദ്ധി കൊണ്ട് നിറഞ്ഞ് ദൈവത്തെ വിളിക്കാനും പ്രാർത്ഥിക്കാനും വചനം കേൾക്കാനും പറ്റാത്ത വിധം ഹൃദയം അന്വീഭവിച്ചു പോയ ഓരോ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ കർത്താവേ. പാപങ്ങൾ, സുഖലോലുപത, തഴക്കദോഷം, ആർഭാടം, ഈ ലോകത്തിന്റെ ബന്ധനങ്ങൾ, പാപക്കൂട്ടുകെട്ടുകൾ, ഇതെല്ലാം നിമിത്തം ജഡത്തിന്റെ സുഖത്തിൽ പൂണ്ട് വചനം കേൾക്കാൻ പറ്റാതെ തകർന്നിരിക്കുന്ന ഓരോ മകനെയും മകളെയും പരിശുദ്ധാത്മാവേ അഗ്നിയായി ജ്വലിച്ച് ഇപ്പോൾ വിടുവിക്കണമേ. കരങ്ങൾ ഉയർത്തി ഉറക്കെ എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സകലത്തിന് വിടുവിക്കുന്ന അഗ്നിയായ പരിശുദ്ധാത്മാവ് ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളുടെ മേലും വ്യാപരിക്കട്ടെ. പാപമുള്ളുകളെ ചാമ്പലാക്കുന്ന, എല്ലാ തിന്മയുടെ ചങ്ങലകളെ മുറിക്കുന്ന, എല്ലാ അന്ധകാര കൊട്ടയെ തകർക്കുന്ന, പാപത്തിന്റെ ക്ലാവ് പിടിച്ച കലങ്ങളെ അഗ്നി ദഹിപ്പിച്ച് ശുദ്ധി ചെയ്യുന്ന പരിശുദ്ധാത്മാവിന്റെ ഉന്നതാഭിഷേകം, അഗ്നി അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിനാത്മാവേ നിറയണമേ. അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. പാപമെല്ലാം ചാമ്പലാക്കണമേ. കൃപയാൽ ജ്വലിപ്പിക്കണേ. അഭിഷേകമേ പ്രാർത്ഥിക്കുന്നു. അഭിഷേകമേ കാറ്റായി വീശണമേ. കാറ്റായി വീശണമേ. അഭിഷേകമേ, അഭിഷേകമേ കാറ്റായി വീശണമേ.
കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ, നീ കാറ്റായി വീശണമേ. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹബക്കുക്കിന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, സ്വന്തം ശക്തിയെ ദൈവമായി കരുതുന്നവർ പരിഭ്രാന്തരാകും. ഇന്ന് അനേകം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ 10,000-കണക്കിന് ദൈവമക്കളുടെ വേദന അവര് പങ്കുവെക്കുന്ന ഇപ്രകാരമാണ്: ഞങ്ങൾ ഒരുപാട് അധ്വാനിക്കുന്നു, എന്നാൽ എല്ലാം ഛിന്ന ഭിന്നമായി പോവുകയാണ്. ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെടുന്നു, എന്നാൽ ഞങ്ങൾക്ക് സമാധാനം കിട്ടുന്നില്ല. ഈ അധ്വാനിക്കുന്നത് കൊണ്ട് ഒരു ഫലമില്ല. കുടുംബത്തിൽ, വ്യക്തി ജീവിതങ്ങളിൽ, ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്ക് അനുസരിച്ച് സമാധാനമോ സന്തോഷമോ ഉയർച്ചയോ സ്നേഹമോ പ്രാർത്ഥനയോ ഐക്യമോ പരിശുദ്ധാത്മാഭിഷേകമോ ഇല്ലാത്തതിന്റെ വേദന, മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ തകർച്ചയുടെ വേദന ഇന്ന് സകല രാജ്യങ്ങളിലുമുള്ള ദൈവമക്കളെ ഗ്രസിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. തകർച്ചയുടെ വേദന. ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയമാണ് തകർച്ചയുടെ വേദന. പ്രിയപ്പെട്ട ദൈവമക്കളെ, രാപകല് ചത്തു പണിയെടുത്ത് മക്കളെ വളർത്തി വലുതാക്കുന്നു. രാപകല് ചത്തു പണിയെടുത്ത് ബിസിനസ് സ്ഥാപനങ്ങൾ പടുത്തുയർത്തുന്നു. രാപകല് ചത്തു പണിയെടുത്ത് പാർട്ടികളെയും പ്രസ്ഥാനങ്ങളെയും പടുത്തുയർത്തുന്നു. രാപകല് ചത്തു പണിയെടുത്ത് കൃഷിയിടങ്ങളും ഓരോ തരത്തിലുള്ള പ്രവർത്തന മേഖലകളെയും കരുപ്പിടിപ്പിച്ചെടുക്കുന്നു. എന്നാൽ അവസാനം എല്ലാം ഛിന്ന ഭിന്നമായി പോകുന്നു. വീട് കെട്ടുന്നു, അതിൽ താമസിക്കാൻ പറ്റുന്നില്ല. കല്യാണം കഴിക്കുന്നു, ഒരുമിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. പണമുണ്ടാക്കുന്നു, അനുഭവിക്കാൻ പറ്റുന്നില്ല. പഠിക്കുന്നു, ജോലി ലഭിക്കുന്നില്ല. വിതയ്ക്കുന്നു, കൊയ്യാൻ പറ്റുന്നില്ല. കൊയ്യുന്നു, അനുഭവിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തകർച്ചയുടെ വേദന. ഇതിനെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ കൊണ്ടുപോയ ദൈവവചന ഭാഗമാണ് ജെറമിയായുടെ പുസ്തകത്തിൽ 19-ാം അധ്യായത്തിൽ 1 തൊട്ട് 13 വരെയുള്ള തിരുലിഖിതങ്ങൾ. കർത്താവ് അരുളി ചെയ്തു, നീ പോയി കുശവനോട് ഒരു മൺകലം വിലയ്ക്ക് വാങ്ങിക്കുക. ജനപ്രമാണികളിൽ നിന്നും പുരോഹിത ശ്രേഷ്ഠന്മാരിൽ നിന്നും കുറച്ചു പേരെ കൂട്ടിക്കൊണ്ട് കലക്കഷ്ണ കവാടം കടന്ന് ബെൻഹിന്നോം താഴ്വരയിലേക്ക് ചെല്ലുക. ഇതാണ് ജെറമിയായുടെ പുസ്തകം 19-ാം അധ്യായം 1-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് ജെറമിയായോട് കൽപ്പിക്കുന്നത്. ദൈവത്തെ അനുസരിച്ച് ജെറമിയ നല്ലൊരു മൺകലം വാങ്ങി ജനപ്രമാണിമാരെയും പുരോഹിത ശ്രേഷ്ഠന്മാരിൽ നിന്ന് കുറെ പേരെയും കൂട്ടിക്കൊണ്ട് കലക്കഷ്ണ കവാടവും കടന്ന് ബെൻഹിന്നോം താഴ്വരയിലെത്തി. അവിടെ ചെന്നിട്ട് ദൈവമായ കർത്താവ് ജെറമിയായ്ക്ക് വെളിപ്പെടുത്തി കൊടുത്ത അരുളപ്പാടുകളെല്ലാം ആ ജനത്തിന്റെ നേരെ പ്രഖ്യാപിച്ച്, എന്നിട്ട് ഈ മൺകലത്തെ ഇതാ ഒരു ഇരുമ്പ് വടി കൊണ്ട് ഒരൊറ്റ അടിയാണ്. ആ മൺകലം ഛിന്ന ഭിന്നമായി പൊട്ടിപ്പൊടിഞ്ഞ് അത് നിലത്ത് വീണു. എന്നിട്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, ഇതാ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചു തകർക്കപ്പെട്ട ഈ മൺകലം കഷ്ണത്തോട് കഷ്ണം ശേഷിക്കാതെ ഒന്നൊന്നിനോട് ചേർക്കപ്പെടാൻ പറ്റാത്ത വിധം ഛിന്ന ഭിന്നമായി കിടക്കുന്നത് പോലെ ഈ ജനവും ഈ നഗരവും തകർക്കപ്പെടും. ദൈവമായ കർത്താവ് തന്റെ ദൂത് പ്രവാചകനിലൂടെ ജനത്തിന് കൊടുക്കുകയാണ്. ആ ജനം അധ്വാനിക്കാത്ത ജനമല്ല. ആ നഗരം കെട്ടിപ്പടുക്കാൻ വേണ്ടി ആ നഗരത്തിന്റെ ഭരണാധികാരികളും ഉദ്യോഗസ്ഥന്മാരും ആ പൗരന്മാരെല്ലാം ആ നഗരം കെട്ടിപ്പടുക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
ആ ജനത്തെ കെട്ടിപ്പടുക്കാൻ വേണ്ടി സാമൂഹ്യ പ്രവർത്തകരും ഓരോ തരത്തിലുള്ള സംവിധാനങ്ങളും പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജനം ദൈവത്തിന്റെ വചനത്തെ വിട്ട് സ്വന്തം മാർഗത്തിൽ നടന്നപ്പോൾ ദൈവം പറയുകയാണ്, ഇതാ നിങ്ങളുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടാണ്. നിങ്ങൾ കെട്ടിപ്പടുക്കുകയല്ല, നിങ്ങൾ ഛിന്ന ഭിന്നമാക്കുകയാണ് ചെയ്യുന്നത്. അന്ന് അവിടെ വിശാലമായ ഹൈവേകൾ ഇസ്രായേൽ നാട്ടിലുണ്ടായിരുന്നു. അന്ന് വലിയ വലിയ മുന്തിരിത്തോട്ടങ്ങളും നല്ല നല്ല രമ്യകർമ്മങ്ങളും അതുപോലെ മനോഹരമായ മണിമന്ദിരങ്ങളും എല്ലാം ഉണ്ടായി. ജനം വലിയ സമൃദ്ധിയിലും വലിയ സന്തോഷത്തിലും, നല്ല റോഡുകൾ, നല്ല കെട്ടിടങ്ങൾ, നല്ല സംവിധാനങ്ങൾ എല്ലാം നന്നായിട്ടിരിക്കുമ്പോഴാണ് ജെറമിയ പ്രവാചകൻ ഈ കാര്യം ജനത്തിന്റെ നേതാക്കന്മാരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറമിയ 7:24 അതിന്റെ കാരണം ദൈവമായ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണയനുസരിച്ച് അവർ തന്നിഷ്ടം പോലെ നടന്നു. ഓരോരുത്തർക്കും അവരവരുടെ ഹൃദയത്തിലും മനസ്സിലും തോന്നിയതെല്ലാം ചെയ്തു. ദൈവമായ കർത്താവിന്റെ വാക്ക് കേൾക്കുകയോ, ദൈവമായ കർത്താവ് ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് അന്വേഷിക്കുകയോ ചെയ്യാൻ ഒരുവനും മനസ്സ് വന്നില്ല. അവരുടെ ആത്മീയത എന്ന് പറയുന്നത് ചില അനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്നതിലും നേരത്തെ കാർന്നോമാര് ചെയ്തു കൂട്ടിയ ചില കാര്യങ്ങളൊക്കെ നിർവഹിച്ചു പോരുന്നതിലും മാത്രമായിരുന്നു അവരുടെ ആത്മീയത. അതുകൊണ്ട് ദൈവമായ കർത്താവ് ഇറങ്ങി വന്ന് ജെറമിയ പ്രവാചകനോട് സംസാരിക്കുകയാണ്. ഇവരോട് ബലിയർപ്പിക്കണമെന്നും ഇവരോട് ദഹനബലി അർപ്പിക്കണമെന്നും മാംസം അർപ്പിക്കണമെന്നൊക്കെ ആര് പറഞ്ഞു? ഇവരുടെ ദഹനബലിയുടെ മാംസം ഇവർ തന്നെ തിന്നുകൊള്ളട്ടെ. ജെറമിയ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 21-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, നിങ്ങളുടെ ബലിയർപ്പണത്തിന്റെ മാംസം നിങ്ങൾ തന്നെ തിന്നുകൊള്ളുക. ഈജിപ്തിൽ നിന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ കൊണ്ടുവന്നപ്പോൾ ബലികളെ പറ്റിയോ ദഹനബലികളെ പറ്റിയോ ഞാൻ അവരോട് സംസാരിക്കുകയോ കൽപ്പിക്കുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് കൽപ്പിച്ചിരുന്നു, എന്റെ വാക്കനുസരിക്കുവീൻ. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ഇതാണ് ദൈവം കൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളോട് ഞാൻ ദഹനബലികളോ കാഴ്ചകളോ സുരബല കാഴ്ചകളോ ദഹനബലികളോ മറ്റെന്തെങ്കിലുമോ ആവശ്യപ്പെട്ടോ? ദൈവം ചോദിക്കുകയാണ്. 40 വർഷം നിങ്ങളുടെ പിതാക്കന്മാർ മരുഭൂമിയിലാണ് നടന്നപ്പോ നിങ്ങളുടെ പിതാക്കന്മാർ എനിക്ക് വേണ്ടി ദഹനബലികൾ കാഴ്ചബലികൾ അർപ്പിക്കാൻ ഞാൻ പറഞ്ഞിരുന്നോ? ദൈവം അവരോട് ചോദിക്കുകയാണ്. ദൈവം പറയാണ്, നിങ്ങളുടെ പിതാക്കന്മാരോട് ദഹനബലികളോ മറ്റ് പാനീയ ബലികളോ ഇതൊന്നും അർപ്പിക്കാൻ ഞാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. എന്നാൽ ഒരു കാര്യം ഞാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നു, നിങ്ങൾ എന്റെ വാക്ക് അനുസരിക്കുകയും ഞാൻ കൽപ്പിക്കുന്ന മാർഗങ്ങളിലൂടെ നടക്കുകയും ചെയ്യണം. ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങൾ എന്റെ ജനവുമായിരിക്കും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ദൈവത്തിന്റെ ജനവും ജീവിക്കുന്ന ദൈവം നമ്മുടെ ദൈവവുമായിരിക്കാൻ വിശുദ്ധ ബൈബിൾ നമുക്ക് നൽകുന്ന നിർദ്ദേശമാണ്. ദൈവത്തിന്റെ വാക്ക് കേൾക്കുവിൻ, ദൈവത്തിന്റെ വചനം കേൾക്കുവിൻ, ദൈവത്തിന്റെ വാക്ക് അനുസരിക്കുവിൻ, ദൈവത്തിന്റെ വചനം അനുസരിച്ച് ജീവിക്കുവിൻ. എന്നാൽ ദൈവത്തിന്റെ ഹൃദയത്തിന്റെ വലിയ വേദന ദൈവം പറയുകയാണ്. എന്നാൽ അവരാകട്ടെ അനുസരിക്കുകയോ കേൾക്കുക പോലുമോ ചെയ്തില്ലല്ലോ. തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ പ്രേരണ അനുസരിച്ച് തന്നിഷ്ടം പോലെ നടന്നു. ഞാനൊന്ന് ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ സ്ഥിതി എന്താ? എങ്ങനെയെങ്കിലും കുറെ പണം ഉണ്ടായാൽ തന്നിഷ്ടപ്രകാരം ഒരു വീട് വെക്കുകയാണ്. ഞാൻ ചിന്തിക്കുന്ന കാര്യം ഇതാണ്. ചിലപ്പോ ഒരു കുട്ടിയോ അരക്കുട്ടിയൊക്കെ ഉണ്ടായിരിക്കുള്ളൂ, പക്ഷേ 5 കോടിയുടെയും 10 കോടിയുടെയും വീടാണ് വെച്ച് കൂട്ടുന്നത്. ഇതെല്ലാം ആർക്ക് വേണ്ടി? ഈ ആർഭാടം, ഈ ദൂർത്തടിക്കൽ, ഇത് ദൈവമായ കർത്താവ് അംഗീകരിക്കുന്നുണ്ടോ? പണമുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ വിചാരിക്കുന്ന പോലെ വീട് വെക്കാൻ ദൈവം നമുക്ക് അനുവാദം തന്നിട്ടുണ്ടോ? ഈ പണം, നമ്മുടെ കയ്യിലുള്ള പണം മുഴുവൻ നമുക്കുള്ള സ്വന്തമാണോ, അതോ ദരിദ്രരായ മറ്റു ജനങ്ങൾക്ക് കൂടെ അവകാശപ്പെട്ടതാണോ? ഇത് ചിന്തിക്കേണ്ടതല്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീട് വെക്കാൻ ആഗ്രഹം വരുമ്പോൾ ഇഷ്ടമുള്ളതുപോലെ വീട് വെക്കുക. കല്യാണം കഴിക്കാൻ തോന്നുമ്പോൾ ഇഷ്ടമുള്ളവരെ പോയി കെട്ടുക. കല്യാണം കഴിപ്പിക്കാൻ തോന്നുമ്പോൾ ഇഷ്ടമുള്ളവർക്ക് കല്യാണം കഴിപ്പിച്ചു കൊടുക്കുക. സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുമ്പോഴും സ്ഥലം വിൽക്കാൻ ആഗ്രഹിക്കുമ്പോഴും തന്നിഷ്ടം പോലെ ജീവിക്കുക. എന്തു തന്നെ ചെയ്താലും ഇതാ തങ്ങളുടെ ഹൃദയത്തിന്റെ തന്നിഷ്ടം പോലെ അവർ നടക്കുകയാണ്.
എന്താണ് ഈ കാര്യത്തെക്കുറിച്ച് എന്റെ ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങളിലൂടെ എന്നോട് കൽപ്പിച്ചിരിക്കുന്നത് എന്ന് അന്വേഷിക്കാൻ ഇവിടെ ആരാണ് മനസ്സ് വെക്കുന്നത്? കുടിക്കാൻ തോന്നിയ കുടിക്കുന്നു, തിന്നാൻ തോന്നിയ തിന്നുന്നു, കെട്ടാൻ തോന്നിയ കെട്ടുന്നു, നടക്കാൻ തോന്നിയ നടക്കുന്നു. തന്നിഷ്ടപ്രകാരം ജഡത്തിന്റെ വെറിക്കുത്തുകളിൽ പൂണ്ടു നടക്കുന്ന ഒരു ജനത്തെയല്ലേ ഇന്ന് നമുക്ക് ചുറ്റും കാണുന്നത്? ദൈവമായ കർത്താവ് വിശുദ്ധ ലിഖിതങ്ങൾ പറയുകയാണ്, നിങ്ങളുടെ ബലിയുടെ മാംസം നിങ്ങൾ തന്നെ തിന്നുകൊള്ളുക, ബലികളും കാഴ്ചകളും എനിക്ക് വേണ്ടി അർപ്പിക്കണം. നിങ്ങളോട് ആര് പറഞ്ഞ്? നിങ്ങളുടെ പിതാക്കന്മാർ 40 വർഷം മരുഭൂമി നടന്നപ്പോൾ അവർ ബലികളും കാഴ്ചകളും അർപ്പിച്ചിരുന്നോ? അവരോട് ഞാൻ ബലികളും കാഴ്ചകൾ അർപ്പിക്കാൻ ആവശ്യപ്പെട്ടിരുന്നില്ല. ഒരു കാര്യം മാത്രമേ ഞാൻ അവരോട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, നിങ്ങൾ എന്റെ വാക്ക് കേൾക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവർ അനുസരിക്കുകയോ ശ്രവിക്കുക പോലുമോ ചെയ്തില്ലല്ലോ. ഇന്ന് എത്രയോ പേര് ദൈവവചനം പോലും കേൾക്കാൻ താല്പര്യമില്ലാതെ നടക്കുന്നു. ദൈവവചനത്തെ കുറിച്ച് ഹൃദയത്തുറവില്ലാതെ എത്രയോ പേർ തന്നിഷ്ടപ്രകാരം ജീവിക്കുന്നു. ജോബിന്റെ പുസ്തകം 24-ാം അധ്യായം 13-ാം തിരുലിഖിതം, പ്രകാശത്തിന്റെ വഴി പരിചയിക്കുകയോ അതിലൂടെ സഞ്ചരിക്കുകയോ ചെയ്യാതെ അതിനെ എതിർത്തുകൊണ്ട് ജീവിക്കുന്നവർ. സ്വർഗ്ഗഭോഗം പാടില്ല എന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് നിയമം അതിനു വേണ്ടി ഉണ്ടാക്കുന്നവർ. മദ്യപാനം പാടില്ല എന്ന് ദൈവവചനം കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മദ്യപിക്കാൻ തക്കവണ്ണം തിയോളജി ഉണ്ടാക്കുന്നവർ. ദൈവം എന്തെല്ലാം അരുതെന്ന് കൽപ്പിച്ച് ധാരാളം മക്കളെ സ്വീകരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ മക്കളെ കുറയ്ക്കാനുള്ള വഴികൾ ആലോചിക്കുന്നവർ. നിങ്ങൾ കല്യാണം കഴിക്കണമെന്ന് ബൈബിൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിക്കാതെ എങ്ങനെ ജീവിക്കാമെന്ന് ചിന്തിക്കുന്നവർ. എന്തെല്ലാം ദൈവമായ കർത്താവ് ബൈബിളിൽ കൽപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം ലംഘിച്ച് നടക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു ജനത. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് ഒരു രാജ്യത്തും 2 രാജ്യത്തും അല്ല, ലോകത്തിലുള്ള അനേക രാജ്യങ്ങളിൽ ഇങ്ങനത്തെ ഒരു അരൂപി, ഇങ്ങനത്തെ ഒരു ട്രെൻഡിൽ ജനം പെട്ടിരിക്കുകയാണ്. എന്റെ ദൈവമായ കർത്താവ് ജീവിക്കാൻ വേണ്ടി എനിക്ക് നൽകിയിരിക്കുന്ന വചനങ്ങളും എന്റെ ദൈവമായ കർത്താവിന്റെ മാർഗങ്ങളും അന്വേഷിക്കാൻ എനിക്ക് കടമയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നഷ്ടപ്പെട്ട് ഇടം വലം തിരിച്ചറിവില്ലാതെ നടക്കുന്ന ഒരു ജനത. ദൈവമായ കർത്താവ് ജെറമിയ പ്രവാചകന്റെ അടുത്തേക്ക് വിളിച്ചു. ജെറമിയ പ്രവാചകനോട് പറഞ്ഞു, ജെറമിയ നീ മുന്നോട്ട് പോവുക. അങ്ങനെ ജെറമിയായെ കർത്താവിന്റെ ആത്മാവ് നയിച്ചു. നല്ല കാറ്റുള്ള ഒരു മലയുടെ മുകളിലേക്ക് ജെറമിയായെ കർത്താവിന്റെ ആത്മാവ് കൊണ്ടുപോയി. അങ്ങനെ കാറ്റുള്ള മലയുടെ മുകളിൽ ചെന്നപ്പോൾ ജനം ചുറ്റും കൂടിയിട്ടുണ്ട്. ജെറമിയയോട് കർത്താവ് പറഞ്ഞു, നീ നിന്റെ നീണ്ട മുടികൾ അറുത്ത് മുറിക്കുക. അങ്ങനെ ഒരു കുത്ത് മുടി ജെറമിയ മുറിച്ചെടുത്തു. തലയിൽ നിന്ന് ഒരു പിടി മുടി മുറിച്ചെടുത്തു. ദൈവമായ കർത്താവ് പറഞ്ഞു, കാറ്റത്തേക്ക് കൈകൾ നീട്ടി അത് കൈ തുറന്നു വിടുക. ഇതാ വീശി അടിക്കുന്ന കാറ്റിൽ ആ മുടികളെല്ലാം പാറി പറന്നു പോയി. എന്നിട്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്തു, ഈ ജനവും ഇതുപോലെ ഛിന്ന ഭിന്നമായി പോകും, ഈ നഗരം ഇതുപോലെ തകർക്കപ്പെടും, ഈ ജനം ഇതുപോലെ ഛിന്ന ഭിന്നമാകും, ഈ ജനത്തിന്റെ മേൽ തകർച്ചയുടെ വേദന വരും. ദൈവമായ കർത്താവ് പ്രഖ്യാപിച്ച്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാടും നഗരവും തകരുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം എഴുതപ്പെട്ട വചനം ലംഘിച്ചുകൊണ്ടുള്ള ആ ഒരു നടപ്പായിരുന്നു എന്നുള്ളതാണ്. ഇന്ന് കുടുംബത്തെ പടുത്തുയർന്നപ്പോൾ പ്രിയ ദൈവ പൈതലേ, പ്രിയ കുടുംബനാഥേ, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി അധ്വാനിക്കുമ്പോൾ, നീ നിന്റെ കുടുംബത്തിന് വേണ്ടി സമ്പാദിക്കുമ്പോൾ, നീ നിന്റെ കുടുംബം ക്രമീകരിക്കുമ്പോൾ നിന്റെ ദൈവമായ കർത്താവിന്റെ വചനം എന്താണെന്ന് അന്വേഷിക്കാതെ തന്നിഷ്ടപ്രകാരമാണ് നിന്റെ കുടുംബം പടുത്തുയർത്തണമെങ്കിൽ നിന്റെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടാണ്. നീ പടുത്തുയർത്തുകയല്ലേ, നീ ഛിന്ന ഭിന്നമാക്കുകയാണ് ചെയ്യുന്നത്. അല്ലയോ പ്രിയ ദൈവ പൈതലേ, നീ ഒരു ദൈവഭവനത്തിന്റെ കാര്യസ്ഥനോ, നീ ഒരു ദൈവിക സംവിധാനത്തിന്റെ നേതാവായിരിക്കാം. അല്ലയോ പ്രിയ സഹോദര സഹോദരി, നീ ഒരു പക്ഷെ ഒരു പട്ടണത്തിന്റെ അധിപനായിരിക്കാം, ഒരു രാജ്യത്തിന്റെ അധിപനായിരിക്കാം. നീ ദൈവമായ കർത്താവിന്റെ എഴുതപ്പെട്ട വചനം എന്താണെന്ന് അന്വേഷിക്കാതെ നഗരം പണിയുമ്പോൾ, നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ, ക്രമീകരണങ്ങൾ ചെയ്യുമ്പോൾ, എഴുതപ്പെട്ട വചനം ലംഘിച്ചുകൊണ്ടുള്ള നടപ്പിന് വേണ്ടി ജനത്തിന് പ്രേരണ കൊടുക്കുമ്പോൾ നീ നഗരം പണിയുകയല്ല, നീ നഗരത്തെ ഛിന്ന ഭിന്നമാക്കുകയാണ് ചെയ്യുന്നത്. നിന്റെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടാണ് എന്ന് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ജെറമിയായുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ 24-ാം വാക്യം, അവരുടെ നടപ്പ് മുന്നോട്ടല്ല പിന്നോട്ടായിരുന്നു. ഈ നിമിഷങ്ങളിൽ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. ഓ ദൈവമേ, ഈ തകർച്ചയുടെ വേദന ഇന്ന് ഞാൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ, കാറ്റത്ത്
പറപ്പിക്കപ്പെട്ട മുടി ഛിന്നഭിന്നമായി പോയതുപോലെ ഞാൻ നേടിയതെല്ലാം ഛിന്നഭിന്നമായി പോയിട്ടുണ്ടെങ്കിൽ, എന്റെ കുടുംബം ഛിന്നഭിന്നമായി പോയിട്ടുണ്ടെങ്കിൽ, എന്റെ കുടുംബത്തിൽ 4 പേർക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ, എന്റെ ഇടവകയിൽ 4 പേർക്ക് ഒരുമിച്ച് ചിന്തിക്കാൻ പറ്റാതിരിക്കുന്നുണ്ടെങ്കിൽ, പട്ടണത്തിൽ ഐക്യമില്ലാതെ ഭീകര പ്രവർത്തനങ്ങളും ശിഥിലീകരണ പ്രവർത്തനങ്ങളും അനൈക്യങ്ങളും പരസ്പര സ്പർദ്ധയും ഭിന്നതയും പെരുകുന്നുണ്ടെങ്കിൽ, അതിന്റെ കാരണം ഇതിന്റെ ഭരണാധികാരികൾ, ഇതിന്റെ അധിപന്മാർ, ഇതിന്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്നലകളിൽ വചനം ലംഘിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം നിയമങ്ങൾ ഉണ്ടാക്കി, വചനം ലംഘിച്ചുകൊണ്ട് തന്നിഷ്ടപ്രകാരം ജനത്തെ നയിച്ചു. അവർ ജനത്തെ നയിക്കുകയായിരുന്നില്ല, അവർ ജനത്തെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നില്ല, പിന്നോട്ട് നയിക്കുകയായിരുന്നു എന്ന് തിരുലിഖിതം പഠിപ്പിക്കുകയാണ്. കണ്ണുകളടച്ച് 2 കരങ്ങളും തുറന്ന് ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, ദൈവമായ കർത്താവ് ഞങ്ങൾ ജീവിക്കേണ്ടതിനും അനുഗ്രഹം പ്രാപിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളുടെ ദൈവവും ഞങ്ങൾ അവിടുത്തെ ജനവും ആയിരിക്കേണ്ടതിന്, ഞങ്ങളുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാകേണ്ടതിന്, ഞങ്ങൾക്കായി നൽകപ്പെട്ട ദൈവവചനങ്ങൾ അനുസരിക്കാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കണമേ. അതിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ മുള്ളുകളും മുൾച്ചെടികളും പരിശുദ്ധാത്മാവെ അവിടുന്ന് അത്ഭുത സാന്നിധ്യം നൽകി കത്തിച്ചാമ്പലാക്കാൻ ഇടവരുത്തണമേ. കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. ഇസ്രായേലിൻ പ്രകാശമേ, അഗ്നിയ ജ്വലിക്കണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. പരിശുദ്ധാത്മാവേ, ഒരു ജ്വാലയായി മാറണമേ. എന്നിൽ കത്തി പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. എന്നിൽ കത്തി പടരണമേ, മുള്ളുകളെല്ലാം ദഹിച്ചിടട്ടെ. വൃത്തിൽ വന്നു വസിച്ചിടണേ, വൃത്തിൽ വന്നു വസിച്ചിടണേ. ഓ അഭിഷേകമേ, ഓ അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ, കാറ്റായി വീശണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഇടപെടണമേ. പരിശുദ്ധാത്മാവേ, ഓരോ കുടുംബങ്ങളിൽ നിന്നും, ഓരോ മകനിൽ നിന്നും, ഓരോ മകളിൽ നിന്നും പരിശുദ്ധാത്മാവേ അങ്ങയുടെ അത്ഭുത ശക്തിയാൽ, അത്ഭുത സാന്നിധ്യത്താൽ തിന്മകളും അതിന്റെ ആധിപത്യങ്ങളും ഇപ്പോൾ ഛിന്ന ഭിന്നമാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന. യേശുവേ ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ജെറമിയ 7:24 അവരുടെ നടപ്പ് മുമ്പോട്ടല്ല പിന്നോട്ടായിരുന്നു.